നമസ്കാരം. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ സപ്തഭാഷാ സംഗമ ഭൂമിയായ മഞ്ചേശ്വരം വീണ്ടും അതിശക്തമായ ഒരു രാഷ്ട്രീയ പരീക്ഷണത്തിന് വേദിയാകുന്നു. ഇത്തവണ SDPI സ്വന്തം സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കാൻ സാധ്യതയേറിയതോടെ മണ്ഡലത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി തകിടമറിയുമെന്നുറപ്പാണ്. എന്നും ചെണ്ടയാകാൻ വയ്യ എന്ന കടുത്ത നിലപാടുമായി രംഗത്തെത്തിയ SDPI മുൻ ജില്ലാ പ്രസിഡന്റ് NU അബ്ദുൽ സലാമിനെ മത്സര രംഗത്തിറക്കാനാണ് നീക്കം നടത്തുന്നത്. മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേണിൽ നിർണായക സ്വാധീനമുള്ള SDPIക്ക് മഞ്ചേശ്വരം, വോർക്കാടി, കുമ്പള എന്നിവിടങ്ങളിലായി 10,000-ഓളം കേഡർ വോട്ടുകളുണ്ട്. മഞ്ചേശ്വരത്ത് 3,500, വോർക്കാടി 4,000, കുമ്പള 2,000 എന്നിങ്ങനെയാണത്. 2021 തെരഞ്ഞെടുപ്പിൽ UDFന് ലഭിച്ച ഈ വോട്ടുകൾ ഇത്തവണ ഭിന്നിക്കപ്പെടുന്നത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി AKM അഷ്റഫിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മഞ്ചേശ്വരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എപ്പോഴും നേരിയ ഭൂരിപക്ഷങ്ങളാണ്. 2021 വെറും 745 വോട്ടുകൾക്കാണ് BJPയുടെ K സുരേന്ദ്രനെ AKM അഷ്റഫ് തോൽപ്പിച്ചത്. 2016 ലീഗിലെ PB അബ്ദുൾ റസാഖിന്റെ ഭൂരിപക്ഷം വെറും 89 വോട്ട് മാത്രമായിരുന്നു. ഈ ചെറിയ വ്യത്യാസങ്ങൾക്കിടയിലാണ് SDPI 6,500 മുതൽ 11,000 വരെ വോട്ടുകൾ ലക്ഷ്യമിട്ട് പോരിനിറങ്ങുന്നത്. ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടാകുന്ന ഈ വിള്ളൽ മണ്ഡലം പിടിച്ചെടുക്കാനുള്ള സുവർണാവസരമായിട്ടാണ് BJP കാണുന്നത്. അതിർത്തി പ്രദേശങ്ങളിലായി ഏകദേശം 4,600 പുതിയ വോട്ടർമാരെ BJP ക്യാമ്പ് ഇത്തവണ ചേർത്തത് K സുരേന്ദ്രന് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കന്നഡ, തുളു ഭാഷ സംസാരിക്കുന്ന ഭാഷാ ന്യൂനപക്ഷങ്ങൾക്കിടയിലെ സ്വാധീനവും കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചായത്തുകളിലെ ശക്തമായ വേരോട്ടവും BJP വിജയ പ്രതീക്ഷയിൽ വലിയ പങ്ക് വഹിക്കുന്നു. അതേസമയം നാട്ടുകാരൻ കൂടിയായ KR ജയാനന്ദനെ രംഗത്തിറക്കിയ LDF ഇത്തവണ വലിയ അട്ടിമറിയാണ് ലക്ഷ്യമിടുന്നത്. മണ്ഡലത്തിലെ നിർണായകമായ ക്രൈസ്തവ വോട്ടുകളും ഭാഷാ ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗവും മുസ്ലിം വോട്ടുകളും തങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് LDF വിശ്വസിക്കുന്നു. കേരളം നേടിയ വികസനം മഞ്ചേശ്വരത്ത് കൂടുതൽ എത്തണമെന്ന് പറഞ്ഞാണ് LDF വോട്ട് തേടുന്നത്. എന്നാൽ വോട്ടുകൾ പല തട്ടിലായി ഭിന്നിക്കപ്പെടുന്നത് മഞ്ചേശ്വരത്തെ ആരുടെയും സുരക്ഷിത താവളമല്ലാതാക്കി മാറ്റിയിരിക്കുകയാണ്. SDPIയുടെ അപ്രതീക്ഷിത നീക്കം UDFന്റെ ഉറക്കം കെടുത്തുമ്പോൾ അത് മണ്ഡലത്തിൽ താമര വിരിയുമോ അതോ ഇടത് കാറ്റ് വീശുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം. ഇതിനിടെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ വോട്ടർ പട്ടിക അട്ടിമറിക്കാൻ BJP നീക്കം നടത്തുമെന്ന് LDF ആരോപിക്കുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാരെ ഭീഷണിപ്പെടുത്തിയും സ്വാധീനിച്ചും അനധികൃതമായി വോട്ടുകൾ ചേർക്കാൻ BJP ശ്രമിക്കുന്നുവെന്നാണ് LDFന്റെ ആരോപണം. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വോർക്കാടി, മഞ്ചേശ്വരം, പൈവളിക, എൻമകജി എന്നീ പഞ്ചായത്തുകളിലാണ് വ്യാപകമായി വോട്ട് ചേർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിൽ നിന്നും വിവാഹം കഴിഞ്ഞ് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയവരുടെ വോട്ടുകൾ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്താൻ BLOമാരിൽ സമ്മർദ്ദം ചെലുത്തുന്നു. കൂടാതെ വിവാഹം കഴിച്ച് മണ്ഡലത്തിലേക്ക് വന്നവരുടെ കർണാടകയിലുള്ള ബന്ധുക്കളുടെ വോട്ടുകളും ഇത്തരത്തിൽ ചേർക്കാൻ നീക്കം നടത്തുന്നുണ്ടെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കൃത്യമായി പരിശോധന നടത്തി ഒഴിവാക്കിയ പേരുകളാണ് വീണ്ടും തിരികെ കയറ്റാൻ ശ്രമിക്കുന്നതെന്നും LDF ആരോപിക്കുന്നു. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 16 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മുന്നണികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം 2021 ഒരു പുനരാവിഷ്കാരമായി മാറുന്ന കാഴ്ചയാണ് പല മണ്ഡലങ്ങളിലും കാണുന്നത്. സംസ്ഥാനത്തെ 16 മണ്ഡലങ്ങളിൽ 5 വർഷം മുമ്പ് നേർക്കുനേർ പോരാടിയ അതേ മുഖങ്ങൾ തന്നെയാണ് ഇത്തവണയും അങ്കത്തട്ടിൽ അണിനിരക്കുന്നത്. തോറ്റവർക്ക് കണക്ക് തീർക്കാനും ജയിച്ചവർക്ക് മേധാവിത്വം ഉറപ്പിക്കാനുമുള്ള അതിശക്തമായ പോരാട്ടത്തിനാണ് ഈ മണ്ഡലങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. 5 വർഷം കൊണ്ട് മാറി മറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാത്തിരിപ്പ് ഇരുകൂട്ടരുടെയും ചങ്കിടിപ്പ് കൂട്ടുന്നു. പഴയ എതിരാളികൾ വീണ്ടും കൊമ്പ് കോർക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതലും എറണാകുളം, കോട്ടയം, കൊല്ലം, പാലക്കാട് ജില്ലകളിലാണ്. പാലക്കാട് ജില്ലയിൽ തൃത്താലയിലും മലമ്പുഴയിലും കഴിഞ്ഞ വർഷത്തെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് വീണ്ടും നേർക്കുനിരത്തുന്നത്. കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, തൃശൂർ, ആലപ്പുഴ എന്നിവയാണ് മറ്റു മണ്ഡലങ്ങൾ. കണ്ണൂർ, മലപ്പുറം, ഇടുക്കി, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഒരു മണ്ഡലത്തിലും ഇത്തരത്തിൽ ഉള്ളൊരു മത്സരം നടക്കുന്നേയില്ല. ഇതിൽ ചടയമംഗലം, പത്തനാപുരം, കളമശ്ശേരി, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളിൽ മന്ത്രിമാർ മത്സരിക്കുന്നുവെന്ന VIP പരിവേഷവുമുണ്ട്.